May I come in, Father? യെസ് കമ്മിങ്. Good morning, Father. ഗുഡ് മോർണിംഗ്. ഞാൻ ജെസ്സി പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന. ഓ, ഡാലിയ ടീച്ചർക്ക് പകരം അല്ലേ? ആ അതെ. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞാനുണ്ടായില്ല. മാനേജർ അച്ഛനാണല്ലോ ഇൻ്റർവ്യൂ ചെയ്തത്. ഇതാ ഇതിലൊന്ന് സൈൻ ചെയ്തോളൂ. 6th ബിയിലാണ് ആദ്യത്തെ ക്ലാസ്. ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ ഇരിക്കായിരുന്നു, അല്ലെങ്കിൽ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരായിരുന്നു. അത് കുഴപ്പമില്ല, ഫാദർ. ഗുഡ് മോർണിംഗ്. സിറ്റ് സിറ്റ്. എന്നെ മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ പുതിയ മാത്സ് ടീച്ചറാണ്, ജെസ്സി. അപ്പോൾ ഡാലി ടീച്ചറോ? ഡാലി ടീച്ചർക്ക് പകരമാണല്ലോ ഞാൻ വന്നത്. എന്തേ, ഡാലി ടീച്ചർ അത്ര ഭംഗിയില്ല എന്നാണോ? അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ അക്ഷയ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇരിക്കിരിക്കെ. ഡാലി ടീച്ചർ കറക്റ്റ് ചെയ്തത് നിങ്ങളുടെ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. ഇത് തരുമ്പോൾ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടോളാം. നീരജ് അശോകൻ 42, അലൻ ജോണി 35, അമയ ഗബ്രിയേൽ 1, അയ്യേ എന്തിനാ കരയുന്നത്? മാർക്ക് കുറഞ്ഞിട്ടാണോ? അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയാൽ പോരെ. സാരമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം. പോയിരുന്നോ? ഫാദർ, CCTV വിഷ്വൽസ് എല്ലാം പരിശോധിച്ചു. ആലാട്ട് വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടിയ അതേ റിസൾട്ട് തന്നെ. ഒരു ക്ലൂവും കിട്ടിയില്ല. ആ കുട്ടിയില്ലേ അമ്മയ, അവള് പിന്നെ ഓർഫനേജിൽ നിന്ന് എപ്പോഴെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ? ഇല്ല, അതിനുശേഷം ആ കുട്ടി പുറത്തു പോയിട്ടില്ല. മിസ്, may I come in? യെസ് കമിൻ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് മിസ്. ഹാപ്പി ബർത്ത്ഡേ മനീഷ്. എല്ലാവർക്കും ഞാൻ കൊടുത്തോളാം, നീ ക്ലാസ്സിൽ പോകും. ജെസ്സി, വി ഹാവ് ടു ബി സ്ട്രിക്റ്റ്. ഇല്ലെങ്കിലുണ്ടല്ലോ ഇതുങ്ങൾ നമ്മുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. എന്താ മയ്യ, കണ്ടില്ലേ അഹങ്കാരം. ഞാൻ ആൻസർ ഷീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഈ കുട്ടിയെ കണ്ടിരുന്നു. ഭയങ്കര സൈലൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ജെസ്സി ആദ്യം കാണുമ്പോൾ പാവാന്നൊക്കെ തോന്നും. എൻ്റെ 15 വർഷത്തെ സർവീസിൻ്റെ ഇടയ്ക്ക് ഇത്രയും കുരുത്തം കെട്ടൊരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. ഒരക്ഷരം പഠിക്കില്ല, വല്ലതും ചോദിച്ചാൽ ഒന്നും മിണ്ടാതെ ഒരേ നിപ്പ. ഇവിടുത്തെ ഓർഫനേജിലെ കുട്ടിയാ, ആ ഒരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും ചൂട്ടുപിടിക്കുന്നത് ആ സിസ്റ്ററാണ്. സ്വന്തം മോളാണെന്നാ വിചാരം. ദാ മിഠായി. ഇന്നും പുറത്താക്കിയോ? എന്നാ? ആഹാ, അപ്പൊ ചിരിക്കാനൊക്കെ അറിയായില്ലയോ? ദേ പോയി. കഴിഞ്ഞ ആഴ്ച എലിസബത്ത് എന്നെ വന്ന് കണ്ടിരുന്നു, വിൽപ്പത്രം തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ അതവർ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഇപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. പക്ഷേ ഒരു സൂയിസൈഡ് ടെൻഡൻസി അവരിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്ങനെയൊക്കെയാണ് വിൽപ്പത്രം എഴുതിയിട്ടുള്ളത്? പ്ലാന്റേഷനും പത്രസ്ഥാപനവും അടക്കം എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം ഇനി ഒരു ട്രസ്റ്റിനാണ്. എലിസബത്തിൻ്റെ അമ്മായിയപ്പൻ മരിച്ച ജോസഫ് ആലാട്ടിൻ്റെ പേരിലുള്ളതാണ് ഈ ട്രസ്റ്റ്. എലിസബത്തിൻ്റെ മരണത്തോടെ ആ ട്രസ്റ്റിന് നിയമസാധുത വരികയും ചെയ്തു. പിന്നെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പും തൊഴിലാളികളുടെ ശമ്പളമൊക്കെ മാനേജ് ചെയ്യണമല്ലോ. ആരൊക്കെയായി ട്രസ്റ്റിലുള്ളത്? എലിസബത്തിന് ഏറ്റവും വിശ്വാസമുള്ള കുറച്ച് പേര്. ഷീല ഇപ്പോഴും ഇവിടെ ആണോ? അല്ല, സാറ് വരുമെന്ന് വക്കീൽ സാറ് വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ വന്നതാ. ഈ വീട്ടിപ്പോൾ അടച്ചിട്ടിരിക്കുക.
ഷീലയ്ക്ക് മാഡത്തിന് പേടിയുണ്ടായിരുന്നു. ഏയ് അല്ല അകത്തോട്ട് കയറി. അത് പിന്നെ ജീവിച്ചിരിക്കുമ്പോഴുള്ള പേടിയല്ലല്ലോ സാറേ, മരിച്ചു കഴിയുമ്പോഴുള്ള പേടി. കയറി. സാറേ, അന്ന് ആരോ കൂടെ ആ മുറിയിലുണ്ടായിരുന്നിരിക്കണം. മുൻവശത്തെ ഗേറ്റ് വഴിയല്ല അവനകത്ത് വന്നിരിക്കുന്നു. മതിൽ ചാടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്കായിരിക്കും. ബെല്ലടിച്ചപ്പോൾ എലിസബത്ത് വന്ന് വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടാവും. വന്നത് അവർക്ക് പരിചയമുള്ള ആരോ ആണ്. ഇടപ്പുറ വരെ കയറാൻ അധികാരമോ അടുപ്പവുമുള്ള ഒരാൾ. പക്ഷെ അവനെങ്ങനെ ആ വീട് അകത്തുനിന്ന് പൂട്ടി? അവിടെയാണ് അവൻ്റെ യുണീക്ക് ടച്ച്. എലിസബത്ത് മരിച്ചതിന് ശേഷം അവൻ ആ വീട് വിട്ട് പോയിട്ടില്ലെങ്കിലോ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ടുണ്ട്. പിറ്റേ ദിവസം മരണമറിഞ്ഞ ആളുകൾ വരുന്നവരെ, അതും അവർക്ക് വളരെ പരിചയമുള്ളവരാണ്. ഇവിടെ വന്നതിൻ്റെ ഒരു തെളിവും അവനിവിടെ അവശേഷിപ്പിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ച എന്തെങ്കിലും ഒന്നും ഈ വീട്ടിലുണ്ടാവും. ഈ കേസിലെ ഗോഡ്സ് എവിഡൻസ്. ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞു നോക്കാം. മുട്ടുസൂചി മുതൽ പിക്കാസ് വരെ ചിലപ്പോൾ ഇതിനകത്ത് കാണും. പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നുന്നത് മാത്രം എടുത്തുകൊണ്ട് വരും. മനസ്സിലായോ? സംശയം തോന്നുന്നത് മാത്രം കേട്ടോ. മതി. ഇതാർക്കാ കിട്ടിയത്? ഇതെന്താ സംശയം തോന്നാൻ കാരണം? അത് ബാത്റൂമിന്റെ അടുത്തുള്ള ജനാലിന്റെ അടുത്ത് നിന്നാ കിട്ടിയത്. അതുകൊണ്ട് ബാത്റൂമിൽ നിന്ന് ആരും ഗുളിക കഴിക്കാറില്ലല്ലോ. ഭയങ്കര ബുദ്ധിയാണല്ലോ. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ സാറേ.